കിടപ്പ് രോഗികൾക്ക് കിറ്റ് വിതരണവുമായിട്ടുള്ള പരിപാടികൾക്കാണ് നമ്മളിന്ന് എല്ലാവരും ഇവിടെ കള്ളിക്കാട് ഈ ഒരു ടൗൺ ഹാളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ ഈ പരിപാടിയെ പറ്റിയും ഇവിടുത്തെ ഒരു ഓൾ ഓഫ് ദം എല്ലാത്തിനെ പറ്റിയും ഞാനൊന്ന് വിവരിക്കുകയാണ്. ഗോൺഹാൻവോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗാലറി ഓഫ് നേച്ചർ ഹ്യൂമൻ ആൻറ്റി നേച്ചർ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ 1ാം വാർഷികാഘോഷം, അതോടൊപ്പം 101 കിടപ്പ് രോഗികൾക്കുള്ള കിറ്റ് വിതരണവും 2026 ജനുവരി 15 വ്യാഴാഴ്ച ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. സ്ഥാപിതമായതിനു ശേഷം കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ സംഘടന വിവിധങ്ങളായ സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിലാക്കി വരികയായിരുന്നു. അതിൽ ഒന്നാമതായി എടുത്തു പറയേണ്ടത് എക്സൈസ് വകുപ്പുമായി ചേർന്ന് തിരുവനന്തപുരത്ത് ലഹരിക്കെതിരെ പെണ്ണെഴുത്ത് എന്ന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അതിനുശേഷം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA നെടുമങ്ങാട് മേഖല, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ തിരുവനന്തപുരം ജില്ലയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അടുത്തതായി ടെക്നോ പാർക്കിലെ ട്രൈസെക്സ് ഇന്ത്യയുമായി സഹകരിച്ച് വനം വകുപ്പിന്റെ സഹായത്തോടെ അഗസ്ത്യമഠത്തിലെ 51 ആദിവാസി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അതോടൊപ്പം IMA നെടുമങ്ങാട് മേഖലയുടെ സഹകരണത്തോടെ കാട്ടാക്കട വിജ്ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന കോളേജിൽ ലഹരി വിരുദ്ധ സെമിനാർ വളരെ മനോഹരമായി തന്നെ നടപ്പിലുണ്ടായി. അതോടൊപ്പം വനം വകുപ്പ് AVP റേഞ്ച്, തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ എന്നിവയുടെ സഹകരണത്തോടെ കോട്ടൂർ നേതൃത്വ പരിശോധന ക്യാമ്പ് നടത്തി. അടുത്തതായി സംഘടനയിലെ ക്യാൻസർ ബാധിതനായ അംഗത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനായി നറുക്കെടുപ്പ് പദ്ധതി നടപ്പാക്കി 50,000 രൂപ ധനസഹായമായി കൈമാറി. 1ാം വാർഷികാഘോഷത്തിൽ വേളയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന 2ാമത് പ്രതിഭാരത് പുരസ്കാരം നൽകൽ, അതോടൊപ്പം 101 കിടപ്പ് രോഗികൾക്ക് വസ്ത്രം, മെഡിക്കൽ കിറ്റ് വിതരണം, സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസം, കലാകായിക മേഖലയിൽ നിന്നുള്ള വിശിഷ്ട സേവനങ്ങൾ അനുവദിച്ച പ്രഖ്യാപനം, മെമ്പർഷിപ്പ് ID കാർഡ് വിതരണം, ആനുകൂല്യങ്ങൾ എന്നിവയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ പരിപാടികളൊക്കെയാണ് ഇന്ന് നമ്മുടെ ഈ കള്ളിക്കാട് ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം എല്ലാത്തിനോടും സഹകരിച്ച് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി വളരെ മനോഹരമായി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2026 ജനുവരി 15 കള്ളിക്കാട് പഞ്ചായത്ത് ടൗൺ ഹാളിൽ കൃത്യം 3:15 തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടുകൂടി പ്രോഗ്രാം ആരംഭിച്ചു. അവന്തികയുടെയും രേവതിയുടെയും ഗാനാലാപനവും, ജുവൽ കെ സണ്ണിയുടെ ഹിന്ദി പദ്യം ചൊല്ലലും, നിവേദിയുടെ സംസ്കൃത പദ്യം ചൊല്ലലും ഒക്കെ ഇവിടെ നടന്നു. कविता छोड़ो मेहंदी खड़क संभालो, खुद ही अपना चीज बचा लो। शतरंज भी चाय बैठी शगनी, मस्तक सब बिक जाएंगे। सुनो द्रौपदी शस्त्र उठा लो, अब कृष्ण ना आएंगे। इस युग में कृष्ण का इंतजार ना करो द्रौपदी, घोर कलयुग की है। कश्चित् कांता विरह गुरुणा स्वाधिकारात् प्रमत्तः शापेन अस्तङ्गमितमहिमा वर्षभोगेण भक्तुः यक्षः चक्रे जनकतनया स्नानपुण्योदकेषु स्निग्धच्छायातरु. അമ്പൂരിയുടെ പ്രിയ കവി ശ്രീ സുരേഷ് അമ്പൂരി കവിത ആലപിച്ചു. കൃത്യം 4:07 1ാം വാർഷിക ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. ഗാലറി ഓഫ് നേച്ചറിന്റെ ഫൗണ്ടർ കൂടിയായ സുമേഷ് കോട്ടൂരിനെ ഈ വേദിയിലേക്ക് ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഇരുളിൻ
മെഡിസിറ്റിയുടെ MD ഫൈസൽ ഖാൻ അവരുടെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല. ആ മരണപ്പെട്ട പിതാവിന്റെ നിത്യശാന്തിക്കായി ഒരു നിമിഷം നമുക്ക് എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് പരിപാടി ആരംഭിക്കാം. ജോയിന്റ് സെക്രട്ടറിയാണ്. നമ്മുടെ സെക്രട്ടറി മകളുടെ വിവാഹാർത്ഥം അതിൻ്റെ കാരണം ലീവ് ആയത് കാരണമാണ് ഇൻചാർജായിട്ട് ചാർജ് എടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഈ കർത്തവ്യം ഞാൻ നിർവഹിക്കുന്നത്. നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടു കഴിഞ്ഞു. അതായത് ഓൾ കേരള ലെവലിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടുകൂടി, അതായത് അവരുടെ പാർട്ടിസിപ്പേഷനോടുകൂടിയാണ് നമ്മുടെ സംഘടന ഓരോ പ്രോഗ്രാമുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷക്കാലമായി പ്രവർത്തനം തുടങ്ങിയിട്ടെങ്കിലും നമ്മുടെ സംഘടന രജിസ്ട്രേഷൻ ചെയ്തത് കഴിഞ്ഞ വർഷം ജനുവരി 15-നാണ്. നമ്മളങ്ങനെ അന്ന് ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു. അതോടൊപ്പം ഇന്ന് അതിൻ്റെ തുടർച്ചയായി 1 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മുടെ വാർഷികമായിട്ട് ആഘോഷിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ നോട്ടീസുകൾ കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് വ്യത്യസ്തങ്ങളായ പരിപാടികളും നമുക്ക് കാണാം. അപ്പോ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതായ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റും ഫൗണ്ടറും കൂടെയായ ശ്രീ സുമേഷ് കോട്ടൂരാണ്. സുമേഷ് കോട്ടൂരിനെ സംഘടനയുടെ പേരിലും എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഈ സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് 2ാമത്തെ പ്രതിഭാരത്ന പുരസ്കാരം, നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പ്രതിഭാരത്ന പുരസ്കാരം കൊടുത്തിരുന്നു. 2ാമത്തെ പ്രതിഭാരത്ന പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയിട്ട് കടന്നു വന്ന ബഹുമാനമുള്ള റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശ്രീ AK ബഹുമാർ സാറാണ്. സാറിനെയും വളരെ ആദരവോടുകൂടെ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ആദ്യമായി സ്വാഗതം. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് ജിതിൻ K ജോസ് സാറിനാണ്. സൂപ്പർ ഹിറ്റ് മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിന്റെ സംവിധായകനാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടെ വളരെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. സംഘടനയിലെ അംഗത്വം എടുക്കുന്നവർക്കുള്ള ആനുകൂല്യ പ്രഖ്യാപനം നടത്തുന്നത് നമ്മുടെ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ അനികുമാർ സാറിനാണ്. സാറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. വിതരണം ചെയ്തത് ശ്രീമതി ഡോക്ടർ സുനിത MD, വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ, വനിതാ ശിശു വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം. ശ്രീമതി ഡോക്ടർ സുനിത MDയെയും നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. സംഘടനയുടെ 2ാമത് പ്രതിഭാരത്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ജിജി ജോസഫ്, ചെയർപേഴ്സൺ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. ശ്രീമതി ജിജി ജോസഫ് മേഡത്തെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. സംഘടനയ്ക്ക് അംഗങ്ങൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ച് മെഡിക്കൽ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ധാരണാപത്രം കൈമാറൽ നൽകുന്നത് നിംസ് മെഡിസിറ്റി ശ്രീ സരിൻ PRO, നിംസ് മെഡിസിറ്റി. അതോടൊപ്പം ശ്രീ AV അജയ്കുമാർ MD, മമ്മൽ ഹോസ്പിറ്റൽ കാട്ടാക്കട. 2 പേരെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ആദ്യതല കിറ്റ് വിതരണം നടത്തുന്നത് നമ്മുടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ സാറിനെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്ത ചന്ദനമര കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ചന്ദനമര തൈ നൽകി ആദരിക്കുന്നതിന്റെ ഉദ്ഘാടനവും സാംസ്കാരിക മേഖലയിലുള്ളവരെ ആദരിക്കലും ഈ കർത്തവ്യം നിർവഹിക്കുന്നത് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് സർക്കിൾ ശ്രീ KN ശ്യാം മോഹൻലാൽ അയ്യപ്പ സാറാണ്. സാറിനെയും നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ട സേവനത്തിനുള്ള ആദരവ് നൽകുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തിരുവനന്തപുരം ശ്രീ PL ഷിബു സാറാണ്.
നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. സാമൂഹിക മേഖലയിൽ സേവന മേഖലയിലുള്ളവർക്ക് ആദരവ് നൽകുന്നത് ശ്രീ RS അനിരൂപാണ്, DYSP കാട്ടാക്കട. സാറിനെയും നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ളവർക്ക് ആദരവ് നൽകുന്നത് ശ്രീ SP വിനോദ്, വൈൽഡ് ലൈഫ് വാർഡൻ, തിരുവനന്തപുരം ഡിവിഷൻ. ബഹുമാനുള്ള SP വിനോദ് സാറിനെ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മേഖലയിലുള്ളവർക്ക് ആദരവ് നൽകുന്നത് ശ്രീ KR അജയൻ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്, സഞ്ചാര സാഹിത്യകാരൻ. ബഹുമാനപ്പെട്ട KR അജയൻ സാറിനെ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവർക്ക് ആദരവ് നൽകുന്നത് ശ്രീ LV അജയകുമാർ, MD, മമൽ ഹോസ്പിറ്റൽ, കാട്ടാക്കട. ബഹുമാനപ്പെട്ട LV അജയകുമാർ സാറിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. കലാകായിക മേഖലയിൽ നിന്നുള്ളവർക്ക് ആദരവ് നൽകുന്നത് എഴുത്തുകാരിയും സെക്രട്ടറി, വിങ്സ് ഓഫ് വുമൺ പെൺ കൂട്ടായ്മ, ശ്രീമതി ധനിജ കുമാരിയാണ്. ശ്രീമതി ധനിജ കുമാരിയെയും നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദേശീയ പാലിയേറ്റീവ് കെയർ ദിനവുമായി ബന്ധപ്പെട്ട് 3 കോളേജുകളിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റും സമ്മാന വിതരണവും. വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കാട്ടാക്കടയിലെ വിജയികൾക്ക് സമ്മാനം നൽകുന്നത് ശ്രീ വിശാഖ് M, സെക്രട്ടറി, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ, തിരുവനന്തപുരം ജില്ല. ബഹുമാനപ്പെട്ട വിശാഖ് സാറിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാതാ കോളേജ് കാട്ടാക്കടയിലെ വിജയികൾക്ക് സമ്മാനം നൽകുന്നത് ശ്രീ വെളനാട് രാമചന്ദ്രൻ സാറാണ്, പ്രശസ്ത ചരിത്രകാരൻ. സാറിനെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കള്ളിക്കാട്ടെ വിജയികൾക്ക് സമ്മാനം നൽകുന്നത് ശ്രീമതി അനു A നായർ, പ്രസിഡന്റ്, KS നായർ ഫൗണ്ടേഷൻ. ശ്രീമതി അനു A നായരിനെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കലാപരിപാടികൾ നടത്തിയവർക്കുള്ള സർട്ടിഫിക്കറ്റും ആദരവും നൽകുന്നത് നമ്മുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ശ്രീമതി റോഷ്നി GS, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, RRP, പരുത്തിപ്പള്ളി. ശ്രീമതി റോഷ്നി GS മാഡത്തെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.